ഇവിടെ ഒരു ചോദ്യം ശ്രദ്ധിക്കാം. ആക്സലറേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ഈസ് ഇറ്റ് പോസിബിൾ ഫോർ എ ബോഡി ടു ഹാവ് ആക്സലറേഷൻ വിത്തൗട്ട് വെലോസിറ്റി? എക്സ്പ്ലെയിൻ. അതായത് ഈസ് ഇറ്റ് പോസിബിൾ ഫോർ എ ബോഡി ടു ഹാവ് ആക്സലറേഷൻ വിത്തൗട്ട് വെലോസിറ്റി? അതായത് ഒരു വസ്തുവിന് വെലോസിറ്റി കൂടാതെ ആക്സലറേഷൻ സാധ്യമാകുമോ എന്നുള്ളതാണ് ചോദ്യം. അതായത് സീറോ വെലോസിറ്റിയുള്ള ഒരു വസ്തുവിന് ആക്സലറേഷൻ ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ പറയേണ്ടത് വെലോസിറ്റി സീറോ ആയി കഴിഞ്ഞാലും ആക്സലറേഷൻ ഉണ്ടാകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മൾ കേസ് നോക്കേണ്ടത്, ഒരു വസ്തുവിനെ നമ്മൾ നേരെ മേലേക്ക് എറിയുകയാണെങ്കിൽ, ഇഫ് എ ബോഡി ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വാർഡ്സ് വെൻ ദ ബോഡി റീച്ചസ് ദ മാക്സിമം ഹൈറ്റ്, അതായത് മാക്സിമം ഹൈറ്റിലെത്തുമ്പോൾ ഒരു വസ്തുവിൻ്റെ വെലോസിറ്റി സീറോ ആയിരിക്കും. മാക്സിമം ഹൈറ്റിലെത്തുമ്പോഴുള്ള അതിൻ്റെ വെലോസിറ്റി സീറോ ആണെങ്കിൽ പോലും ആ വസ്തുവിന് ആ സമയത്ത് ഒരു ആക്സലറേഷൻ ഉണ്ട്. ആ ആക്സലറേഷൻ എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അത് A=g ആണ്. അപ്പോൾ ഇവിടെ വെലോസിറ്റി സീറോ ആണെങ്കിൽ പോലും അതിന് ആക്സലറേഷൻ സീറോ ആവുന്നില്ല, ആക്സലറേഷൻ ജിക്ക് ഈക്വൽ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഈ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ നമ്മൾ എഴുതേണ്ടത് യെസ്. അതായത് ഒരു വസ്തുവിന് സീറോ വെലോസിറ്റി ആണെങ്കിൽ പോലും അതിന് ആക്സലറേഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, ഡ്രോ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി മൂവിങ് വിത്ത് യൂണിഫോം ആക്സലറേഷൻ A ആൻഡ് ഇനീഷ്യൽ വെലോസിറ്റി V0. ഈ ചോദ്യത്തിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ Y ആക്സിസും അതേപോലെ X ആക്സിസും രണ്ട് ആക്സിസുകൾ വരക്കുന്നു. ഇവിടെ ടൈം X ആക്സിൽ എടുക്കുന്നു, അതേപോലെ വെലോസിറ്റി Y ആക്സിസിലും എടുക്കുന്നു. ഇതാണ് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ യൂണിഫോം ആക്സലറേഷനിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല അതിന് V0 ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒറിജിൻ അല്ലെങ്കിൽ സീറോ ടൈമിൽ ആ വസ്തുവിനൊരു നിശ്ചിത വെലോസിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സീറോ അല്ലാത്ത ഒരു വെലോസിറ്റി ആയിരിക്കും. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എന്നുള്ള രീതിയിൽ നമുക്കിവിടെ V0 ആയിട്ട് പരിഗണിക്കാം. ഈ V0 ആണ് ഇനീഷ്യൽ വെലോസിറ്റി. അപ്പോൾ യൂണിഫോം ആക്സലറേഷൻ A, ആ ആക്സലറേഷനിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കുമ്പം സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. ഇതേ രീതിയിലുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം വരക്കേണ്ടത്. ഇതാണ് യൂണിഫോം ആക്സലറേഷൻ. അതായത് A ആണ് ഇവിടെ യൂണിഫോം ആക്സലറേഷൻ. ആ യൂണിഫോം ആക്സലറേഷനിൽ സഞ്ചരിക്കുന്ന ഒരു പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, യൂസിങ് ദ എബോവ് ഗ്രാഫ് ഒബ്റ്റെയിൻ ദ ഇക്വേഷൻ ഫോർ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ടൈം t. ഈ ഗ്രാഫ് ഉപയോഗിച്ചിട്ട് ഡിസ്പ്ലേസ്മെൻറ്റിനുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കണം. അതാണ് നമ്മളിനി ചെയ്യേണ്ടത്. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റിനുള്ള ഇക്വേഷൻ എന്ന് പറയുമ്പോൾ S=V0t + ½AT² എന്നുള്ള ഈ ഇക്വേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഗ്രാഫിക്കലിയാണ് അത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ചിത്രത്തിൽ അറിയാം സീറോ ടൈമിലുള്ള വെലോസിറ്റി V0 ആണ്. അതേ രീതിയിൽ നമുക്ക് വേറൊരു ടൈമിൽ, അതായത് T എന്ന് പറയുന്ന ടൈം, ഇപ്പം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ടൈം നമുക്കിവിടെ T എന്ന് കൊടുക്കാം. ഈ T എന്ന് പറയുന്ന ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിനുള്ള വെലോസിറ്റി നമുക്ക് VT എന്നുള്ള രീതിയിൽ എഴുതാം. സീറോ ടൈമിലുള്ളത് V0 ആണെങ്കിൽ T ടൈമിലുള്ളത് VT ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഏരിയ അണ്ടർ ദി വെലോസിറ്റി ടൈം ഗ്രാഫാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ അണ്ടറിലുള്ള ഏരിയയാണ് ഡിസ്പ്ലേസ്മെൻറ്റിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള നെയിംസ് ഇവിടെ കൊടുക്കാം. ഇവിടെ ഇത് ഒറിജിൻ O എന്ന് പറയാം, ഈ പോയിൻ്റ് A ആയിട്ട് എടുക്കാം, ഈ പോയിൻ്റ് B ആയിട്ട് പറയാം, അതേപോലെ ഈ പോയിൻ്റ് D ആയിട്ടും പറയാം. OABD എന്ന് പറയുന്ന അതിൻ്റെ ഇടയിൽ വരുന്ന ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഈ ഒരു ഏരിയയെ നമ്മൾ ഒന്ന് ഡിവൈഡ് ചെയ്യാം. ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങോട്ടേക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു ട്രയാങ്കിൾ, അതായത് AB, ഈ പോയിൻ്റ് C എന്ന് കൊടുക്കാം. അപ്പോൾ ട്രയാങ്കിൾ ABC കൂടാതെ റെക്റ്റാങ്കിൾ OACD എന്ന് പറയുന്ന ഒരു റെക്റ്റാങ്കിളും നമുക്ക് ലഭിക്കും. അപ്പോൾ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുമ്പം
ഈ ട്രയാങ്കിളിൻ്റെയും അതേപോലെ ഈ റെക്റ്റാങ്കിളിൻ്റെയും ഏരിയ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്കതൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി പ്ലസ് അടുത്തത് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഒ എ സി ഡി. ഈ രണ്ട് ഏരിയയും കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ലഭിക്കും. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി, ട്രയാങ്കിൾ എ ബി സിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ ഫോർമുല നമുക്കറിയാം, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ ബേസ് എന്ന് പറയുന്നത് എ സി എന്ന് പറയുന്ന സൈഡാണ്. അപ്പോൾ നമുക്ക് എ സി എന്ന് കൊടുക്കാം, ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ബി സി എന്ന് പറയുന്ന സൈഡാണ്. അപ്പോൾ എ സി ഇൻറ്റു ബി സി പ്ലസ് ഇനി റെക്റ്റാങ്കിൾ ഒ എ സി ഡി എന്ന് പറയുന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പം ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നുള്ള രീതിയിൽ പറയാം. അതായത് എ സി ഇൻറ്റു സി ഡി എന്നുള്ള രീതിയിൽ പറയാം. എ സി ഇൻറ്റു സി ഡി എന്ന് പറയാം. ഇനി ഈ ഫിഗറിൽ നോക്കിയിട്ട് ഇതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. ആദ്യമായി ഹാഫ് ഇൻറ്റു എ സി ഇൻറ്റു ബി സി എന്നുള്ളത്, എ സി എന്ന് പറയുന്ന ഈ ലെങ്ത്ത് ഈ ഫിഗറിൽ നമുക്കറിയാം, സി ഉള്ളത് ടിയിലാണ്, എ ഉള്ളത് സീറോയിലാണ്. അപ്പോൾ ടി മൈനസ് സീറോ എടുക്കാം. ടി മൈനസ് സീറോ എന്ന് പറയുന്നത് ടി ആണ്. ഇൻറ്റു ഇവിടെ ഹാഫ് ഉണ്ട്, ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു നെക്സ്റ്റ് ഈ ബി സി എന്ന് പറയുന്ന ലെങ്ത്താണ്. അപ്പോൾ ബിക്ക് നേരെയുള്ളത് വി ടി ആണ്, സിക്ക് നേരെ ഇവിടെ ഉള്ളത് വി സീറോ ആണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എടുക്കുക. അപ്പോൾ വി ടി മൈനസ് വി സീറോ എന്നുള്ള രീതിയിൽ പറയാം. വി ടി മൈനസ് വി സീറോ പ്ലസ് നെക്സ്റ്റ് എ സി ഇൻറ്റു സി ഡി. അപ്പോൾ എ സി എന്ന് പറയുന്ന സൈഡ് നേരത്തെ പറഞ്ഞ പോലെ ടി മൈനസ് സീറോ ആയിരിക്കും, അപ്പോൾ അത് ടി ആയിരിക്കും. ഇൻറ്റു ഇനി സി ഡി എന്ന് പറയുന്ന സൈഡ് ഈ സൈഡാണ് വരുന്നത്. അപ്പോൾ സിക്ക് നേരെ ഇവിടെ ഉള്ളത് വി സീറോ ആണ്, ഡിക്ക് നേരെ ഇവിടെ ഉള്ളത് സീറോ ആണ്. അപ്പോൾ വി സീറോ മൈനസ് സീറോ എടുക്കുക. വി സീറോ മൈനസ് സീറോ എന്ന് പറയുന്നത് വി സീറോ ആയിരിക്കും. ഇതൊന്ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു വി ടി മൈനസ് വി സീറോ. നമ്മൾ നേരത്തെ ഒന്നാമത്തെ ഇക്വേഷൻ പ്രകാരം പഠിച്ചതാണ്. വി ടി മൈനസ് വി സീറോ ഈക്വൽ ടു എ ഇൻറ്റു ടി, എ ടി എന്നുള്ള രീതിയിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ വി ടി മൈനസ് വി സീറോന് പകരം എ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പ്ലസ് ഇവിടെ ടി ഇൻറ്റു വി സീറോ ആണുള്ളത്, അതിന് പകരം വി സീറോ ഇൻറ്റു ടി എന്നുള്ള രീതിയിൽ എടുക്കാം. ഇതൊക്കെ ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്, എസിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് എസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു എ ടി പ്ലസ് വി സീറോ ടി എന്നുള്ള രീതിയിലാണ് നമുക്ക് ലഭിക്കുന്നത്. അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പം നമുക്ക് ലഭിക്കുന്ന ഇക്വേഷനാണ് എസ് ഈക്വൽ ടു വി സീറോ ടി പ്ലസ് ഹാഫ് ഇൻറ്റു ഇവിടെ ടി ഇൻറ്റു എ ടി ചെയ്യുമ്പം എ ടി സ്ക്വയർ എന്നുള്ള രീതിയിൽ എഴുതാം. സിസിക്കൽ ടു വി സീറോ ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള രീതിയിലേക്ക് ഇക്വേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കും.